ഹലോ, ഹായ്. എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. നമുക്കെല്ലാവർക്കും അറിയാം, നാം എത്രയൊക്കെ കഴിവുള്ളവരായിരുന്നാലും, എത്ര മിടുക്കുണ്ടെന്ന് പറഞ്ഞാലും, ചില സാഹചര്യങ്ങളിൽ ഒരു പ്രപഞ്ചശക്തിയാണ് നമ്മെ എല്ലാവരെയും മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. ജീവിതത്തിൽ നാം ഇടറി വീഴുമ്പോൾ നമുക്ക് പ്രതീക്ഷയേകുന്നതും നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടാകുന്നതുമെല്ലാം നമ്മുടെ വിശ്വാസം തന്നെയാണ്. പക്ഷേ നമ്മിൽ എത്ര പേര് ഓരോ ദിവസവും ജീവിക്കാൻ കിട്ടുന്ന ഈ ഭാഗ്യത്തിന് ആ പ്രപഞ്ചശക്തിയോട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് നന്ദി പറയാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കറിയില്ല, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി പറയുക എന്നുള്ളത് ഏറ്റവും മനോഹരമായ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു വാക്കാണ്. സൃഷ്ടിക്കാൻ അതിന് സാധിക്കും. കാരണം നമുക്ക് എന്താണോ ഇല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് എന്താണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റപ്പെടും. നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ അതിന് ഉദാഹരണം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. പല മതസ്ഥർ നമുക്ക് ചുറ്റുമുണ്ട്. ക്രിസ്തീയ മതവിശ്വാസികളിലേക്ക് നോക്കിയാൽ എപ്പോഴും അവരുടെ ആ പ്രപഞ്ചശക്തിക്ക്, അവരുടെ ആ ദൈവത്തിന് അവരിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. തീരെ വയ്യ, കിടപ്പിലാണ്, എഴുന്നേൽക്കാൻ പോലും സാധിക്കില്ല എങ്കിൽ കൂടി ആ ഒരു വിശ്വാസി, അദ്ദേഹം എപ്പോഴും സംസാരിക്കാൻ കഴിയുന്നിടത്തോളം കാലം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കറിയാം ആ നന്ദി പറയുന്നതിൻ്റെ മഹത്വം എന്താണെന്ന്. നിങ്ങളിൽ എത്ര പേർ ഒരു ദിവസം നിങ്ങളുടെ ദൈവത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് നന്ദി പറയാറുണ്ട്? നിങ്ങളെ ഇങ്ങനെ ആരോഗ്യത്തോടെ നടത്തുന്നതിന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ചുറ്റും ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന്, നിങ്ങൾക്ക് തന്ന ഈ സൗഭാഗ്യത്തിന്, ഒരു നേരത്തെ ആഹാരത്തിന്, നിങ്ങളുടെ ആ വസ്ത്രത്തിനൊക്കെ നിങ്ങൾ എത്ര നന്ദി പറയാറുണ്ട്? നിങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അതിനെക്കുറിച്ചുള്ള പരാതികൾ നിങ്ങളുടെ മനസ്സിലിങ്ങനെ അടുക്കി വയ്ക്കും. അറിയുന്നില്ല എന്തൊക്കെ ആർഭാടത്തോടെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സമാധാനവും ശാന്തിയും ഒക്കെ നമുക്ക് കിട്ടി, എത്ര മനസ്സമാധാനത്തോടെ നമുക്ക് ഉറങ്ങാൻ സാധിച്ചു, ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. എല്ലാവർക്കും ശുഭദിനം.